നമസ്കാരം. ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കായിട്ട് മെയ് മാസത്തിലെ ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. 14 ദിവസമാണ് മെയ് മാസത്തിൽ ബാങ്കുകൾക്ക് അവധി നൽകിയിരിക്കുന്നത്. ഈ മാസത്തെ അവധി കലണ്ടർ റിസർവ് ബാങ്ക് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, പല പ്രമുഖ ബാങ്കുകളും, പ്രത്യേകിച്ചും നാഷണലൈസ്ഡ് ബാങ്കുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എല്ലാം തന്നെ 2024 മെയ് 1 മുതൽ തന്നെ ബാങ്കിങ് നിയമങ്ങളിലും ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് കാണുക. എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്: രാജ്യത്ത് ഈ മെയ് മാസം 14 ദിവസമാണ് ബാങ്കുകൾ പ്രവർത്തിക്കാതിരിക്കുന്നത്. പ്രാദേശിക, ദേശീയ അവധികൾ അടക്കമാണിത്. കേരളത്തിൽ 7 ദിവസമാണ് ബാങ്ക് അവധി. സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ ബാങ്കുകളുടെ അവധി ദിനങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. കേരളത്തിൽ മെയ് ദിനം, അതുപോലെ തന്നെ ഞായറാഴ്ചകൾ, 2ാം ശനിയാഴ്ചകൾ, 4ാം ശനിയാഴ്ചകൾ അടക്കം 7 ദിവസം മാത്രമാണ് ബാങ്കിന് അവധിയുള്ളത്. അവധി സമയത്തും ഓൺലൈൻ ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കുമെന്നത് ഇടപാടുകാർക്ക് ആശ്വാസമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഹോളിഡേ കലണ്ടർ അനുസരിച്ചാണ് മെയ് മാസത്തിൽ മൊത്തം 14 അവധികൾ വരുന്നത്. മെയ് 1 മെയ് ദിനമാണ്. മെയ് 5 ഞായറാഴ്ച. മെയ് 7 ലോക്സഭ തിരഞ്ഞെടുപ്പ്. പ്രധാനമായിട്ടും ഗുജറാത്ത്, മധ്യപ്രദേശ്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ്. മെയ് 8 തീയതി ടാഗോറിൻ്റെ ജന്മദിനമാണ്. പശ്ചിമ ബംഗാളിൽ അവധിയാണ്. മെയ് 10 തീയതി ബസവ ജയന്തിയാണ്. അതുപോലെ തന്നെ അക്ഷയ തൃതീയ. മെയ് 11 തീയതി 2ാം ശനിയാഴ്ചയാണ്. മെയ് 12 ഞായറാഴ്ച. മെയ് 13 ലോക്സഭ ഇലക്ഷൻ, പ്രധാനമായിട്ടും ശ്രീനഗർ. ഇനി അതുപോലെ മെയ് 16 സംസ്ഥാന ദിനമാണ് സിക്കിമിൻ്റെ. മെയ് 19 ഞായറാഴ്ചയാണ്. മെയ് 20 ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്രയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ്. മെയ് 23 ബുദ്ധ പൂർണിമ, അതായത് ത്രിപുര, മിസോറാം, മധ്യപ്രദേശ്, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ്, അരുണാചൽ പ്രദേശ്, ജമ്മു, ലക്നൗ, അതുപോലെ തന്നെ ബംഗാൾ, ന്യൂഡൽഹി, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ശ്രീനഗർ എന്നിവിടങ്ങളിലാണ്. മെയ് 25 4ാം ശനിയാഴ്ചയാണ്. മെയ് 26 ഞായറാഴ്ച എന്നിങ്ങനെയാണ് അവധി വരുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യയിലെ പല പ്രമുഖ ബാങ്കുകളും 2024 മെയ് 1 മുതൽ സേവിങ്സ് അക്കൗണ്ട് ചാർജുകളിലും അതുപോലെ ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. മാറുന്ന നിയമങ്ങൾ അറിയുന്നത് നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തെ പൂർണ്ണമായിട്ടും സഹായിക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകളും വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുക. അതിൽ ICICI ബാങ്ക് 2024 മെയ് 1 മുതൽ തന്നെ വിവിധ സേവിങ്സ് അക്കൗണ്ട് ഇടപാടുകൾക്കായിട്ട് പുതുക്കിയ സേവന നിരക്കുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ ചെക്ക് ബുക്ക് ഇഷ്യൂ, അതുപോലെ തന്നെ IMPS ഇടപാടുകൾ, ക്ലിയറിംഗ് സേവനങ്ങൾ, അതുപോലെ ഡെബിറ്റ് റിട്ടേണുകൾ തുടങ്ങിയ സേവനങ്ങളെ ബാധിക്കുന്നതാണ്. ഡെബിറ്റ് കാർഡ് വാർഷിക ഫീസ് അത് പ്രതിവർഷം 200 രൂപയായിരിക്കും. ഗ്രാമീണ മേഖലയിൽ ഇത് പ്രതിവർഷം 99 രൂപയാണ്. ആദ്യത്തെ 25 ചെക്ക് ലീഫുകൾ എല്ലാ വർഷവും സൗജന്യമായിട്ട് നൽകും. അതിനുശേഷം ഓരോന്നിനും 4 രൂപ ഈടാക്കും. പുതുക്കിയ IMPS നിരക്കുകൾ ഇങ്ങനെയായിരിക്കും: 1000 രൂപ വരെ ഓരോ ഇടപാടിനും 2.5 രൂപ, അതുപോലെ തന്നെ 1000 മുതൽ 25,000 രൂപ വരെ ഓരോ ഇടപാടിനും 5 രൂപ, 25,000 മുതൽ 5 ലക്ഷം രൂപ വരെ ഓരോ ഇടപാടിനും 15 രൂപ. അതുപോലെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഈടാക്കില്ല. ഇനി യെസ് ബാങ്കാണ് അടുത്തത്. 2024 മെയ് 1 മുതൽ തന്നെ പുതുക്കിയ നിരക്കിൽ സേവിങ്സ് അക്കൗണ്ടുകൾക്കുള്ള ചാർജുകൾ യെസ് ബാങ്ക് ഈടാക്കുന്നുണ്ട്. 2024 മെയ് 1 മുതൽ ഗ്യാസ്, വൈദ്യുതി, അതുപോലെ മറ്റ് യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ അടയ്ക്കുന്നതിന് യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ചെലവേറിയതായിരിക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിനുള്ളിലെ എല്ലാ യൂട്ടിലിറ്റി ഇടപാടുകൾക്കും 1% നിരക്ക് ബാധകമാകും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ 15,000 രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ അടയ്ക്കാൻ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ GSTയും 1% നികുതിയും ചേർക്കും. എന്നാൽ യെസ് ബാങ്ക് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെൻറ്റുകൾക്ക് ഈ അധിക ഫീസ് ഈടാക്കില്ല. ഇനി IDFC ഫസ്റ്റ് ബാങ്കാണ്. അതായത് യൂട്ടിലിറ്റി ബില്ലുകൾക്കുള്ള മൊത്തം ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക് 1% കൂടുതൽ തുകയും GSTയും അധിക ചാർജും ഈടാക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ യൂട്ടിലിറ്റി ബില്ല് പേയ്മെൻറ്റുകൾ, അതായത് പ്രധാനമായിട്ടും ഗ്യാസ്, വൈദ്യുതി, ഇൻ്റർനെറ്റ് എന്നിവയുൾപ്പെടെ 20,000 രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ അധിക നിരക്ക് ഈടാക്കില്ല. എന്നാൽ ഇത് 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ 1% സർചാർജിനൊപ്പം നിങ്ങൾക്ക് 18% GST അധികമായിട്ട് നൽകേണ്ടതായിട്ട് വരും. ഫസ്റ്റ് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ LIC ക്ലാസിക് ക്രെഡിറ്റ് കാർഡ്, LIC സെലക്ട് ക്രെഡിറ്റ് കാർഡ് എന്നിവയ്ക്ക് ഈ അധിക നിരക്ക് ബാധകമല്ല. ഇനി HDFC ബാങ്കാണ്. HDFC ബാങ്ക് മുതിർന്ന പൗരന്മാർക്ക് മാത്രമുള്ള പ്രത്യേക സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനായിട്ടുള്ള അവസാന തീയതി നീട്ടിയിട്ടുണ്ട്. ഈ പ്രത്യേക സീനിയർ സിറ്റിസൺ കെയർ FD അത് മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന പലിശ നിരക്ക് ആനുകൂല്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സീനിയർ സിറ്റിസൺ കെയർ FD പ്ലാനിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി 2024 മെയ് 10 വരെ നീട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സംസ്ഥാനത്ത് 3 സെൻറ്റിൽ താഴെ ഭൂമിയുള്ളവർക്കും സഹകരണ സംഘങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വായ്പ എടുക്കാം. വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർ അനുമതി നൽകിയിട്ടുണ്ട്. പൊതുപ്രവർത്തകനായിട്ടുള്ള തത്തമംഗലം നെല്ലിക്കാട് പുത്തൻകുളം ചന്ദ്രൻ ചാമി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. 3 സെൻറ്റിൽ താഴെ വിസ്തീർണമുള്ളതും വീടില്ലാത്തതുമായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഈടിന്മേൽ വായ്പ അനുവദിക്കരുതെന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള നിരവധി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി.
ഇത്തരം സ്ഥലങ്ങളുടെ കീടിന്മേൽ വായ്പ നൽകിക്കൊണ്ട് തുക കുടിശ്ശികയായാൽ തിരിച്ചുപിടിക്കാനുള്ള ജപ്തി നടപടിക്രമങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതിനാലാണ് വായ്പ മുൻപ് നിഷേധിച്ചിരുന്നതെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. വായ്പ അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇനി മുതൽ ബാങ്ക് ഭരണസമിതിക്ക് തീരുമാനമെടുക്കാമെന്നും രജിസ്ട്രാർ വ്യക്തമാക്കി. സ്ഥലമൂല്യം കണക്കാക്കിക്കൊണ്ട് വായ്പ തിരിച്ചടവ് ഉറപ്പാക്കിയും സംഘം നിയമാവലിക്ക് വിധേയമായിട്ട് മാത്രമേ വായ്പ അനുവദിക്കാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് ബാങ്കിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.